George Washington, Devraj Master Farabekar, Nujul Dari, Sari Mari, Ravindra Mishra, Alok Joshi, Arun Sharma, Sujata Singh, Gabriel Garcia Marquez, J.K. Rowling, Rasul Bugudi, Parvati Amarapuran, Kalpana Chawla, G. Madhavan Nair, Paulo Coelho, A.Q.G. Nelson Mandela, Ladi Krishnaswamy Iyengar, Devendra Mishra, Nawaz Sharif, Hillary Clinton, Anna Hazare, Hema Malini, Osama bin Laden, Mahendra Rajapakse, Aditya Rai, Xavier Alexander, K.N. Kavu, Manohar Lal Khattar, Anurag Thakur. ഇനി നോക്കാതെ ഒരു 10 പേര് ഇതിനകത്ത് എഴുതുന്നില്ല, എഴുതാത്തതും പറയാം. ഫേമസ് ആയിട്ടുള്ള 10 പേര്: അല്ലാടി കൃഷ്ണസ്വാമി അയ്യങ്കാർ, ഭഗത് സിംഗ്, ദേവേന്ദ്ര മിശ്ര, സുജാത സിംഗ്, കൽപ്പന ചൗള, ദേവരാജൻ മാസ്റ്റർ, ബെഞ്ചമിൻ കൊളോയ്, ഷൊഹൈബ് അക്തർ, ജെ.കെ. റൗളിംഗ്, ചേതൻ ഭഗത്, മഹാത്മാഗാന്ധി, ജവഹർലാൽ നെഹ്റു, लाला लजपत राय, सुखदेव सिंह, सरबजीत सिंह, लाल बहादुर शास्त्री, APJ अब्दुल कलाम, डॉक्टर मनमोहन सिंह, नरेंद्र मोदी, उमर चांडी, EMS, A.K. गोपालन. Good afternoon, everyone. Ours is I think, counting from first, ours is a fourth group, and we consist of me, myself, Karthika, Mrs. Sharon, my colleague. What about colleagues? They could also come on the stage. Sharna, Anshita, Vinita, Anshari, and Ashwin. Our group numbers are. 2 people can hold, 1 can show that person. 2 പേര് പിടിക്കും. Hold. കുറച്ചുകൂടി height. Yeah. Sharon will take the task through this simple messages. Sharon will expand it and Sharon will explain to you all. ചെയ്യാൻ പറ്റാത്തതിലധികം കാര്യങ്ങൾ സാർ നമുക്ക് പകർന്നു തന്നിട്ടുണ്ട്. ഒത്തിരി കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ ഇന്നത്തെ സെഷനിലായിരുന്നെങ്കിൽ ഇന്നാണെങ്കിൽ ഒത്തിരി ക്വസ്റ്റ്യൻസ്, അത് പല ഡിഫറെന്റ് സബ്ജക്ട്സിനെ കുറിച്ച് നമ്മൾ ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പോൾ സാർ അതിന് ഉത്തരം പറഞ്ഞുകൊണ്ടിരിക്കണം. അതൊന്നും ഇവിടെ ഡെപിക്ട് ചെയ്യാൻ സാധിച്ചിട്ടില്ല. സാർ പറഞ്ഞതിൽ നിന്ന് ഒരു കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഇവിടെ ഞങ്ങൾക്ക് ഡെപിക്ട് ചെയ്യാൻ സാധിച്ചിട്ടുള്ളൂ. എങ്കിലും ഞങ്ങൾ അതിലേക്ക് കടക്കുകയാണ്. ആദ്യം തന്നെ ഫോർ ഫ്യൂച്ചർ ഏർണിംഗ് സാർ പറഞ്ഞൊരു കാര്യമാണ് ലേണിംഗ് ഫ്യൂച്ചർ ഏർണിംഗിന് വേണ്ടിയുള്ള ഫ്യൂച്ചർ ഇൻവെസ്റ്റ്മെന്റ്. ലേണിംഗ് ഇസ് ആൻ ഇൻവെസ്റ്റ്മെന്റ് ഫോർ ഫ്യൂച്ചർ ഏർണിംഗ്. അതുപോലെ തന്നെ ലൈഫിന് വേറൊരു ഡെഫിനിഷൻ സാർ കൊടുത്താണ് ലീവ് ഇൻ ഫുൾ എൻജോയ്മെന്റ്. അത് എല്ലാ സ്റ്റുഡൻസായ നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് ലേണിംഗ് ഫുൾ എൻജോയ്മെന്റ് ആണ്. പിന്നെ വേറൊരു ഡെഫിനിഷൻ സാർ ലൈഫ് കൊടുത്താണ് ലിവ് ഇൻ ഫുള്ളി എറ്റേണൽ. ഈ ഞങ്ങളുടെ ഈ ചാർട്ടിന്റെ പ്രസന്റേഷന് ടോപ്പിക് തന്നെ ഹെഡിങ് തന്നെ കൊടുത്തേക്കുന്നത് വാല്യുബിൾ മൊമെന്റ്സ് വിത്ത് ദ ലെജൻഡ് എന്നാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം ഡോക്ടർ P.P. ശശികുമാർ സാറിനെ കുറിച്ച്. സാറിനെ കുറിച്ച് ഇന്നലെ ഇനാഗ്രേറ്റ് ഫംഗ്ഷനിലാണെങ്കിലും ഒത്തിരി ഇവിടെ പ്രിൻസിപ്പൽ ആണെങ്കിലും ഇങ്ങനെ പറഞ്ഞു വരുന്ന സാറിനെ കുറിച്ച് സൂര്യപ്രഭയാണെന്നും ഒത്തിരി നിർവചനങ്ങൾ സാറിന് നൽകിയുണ്ടായി. ഞങ്ങൾ വാല്യുബിൾ മൊമെന്റ്സ് വിത്ത് ലെജൻഡ് എന്നാണ് ഇതിന് ടൈറ്റിൽ കൊടുത്തേക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ ഈ സിവിൽ സർവീസ് യുവർ എയിം. അതിന് ഇന്നലെ സാർ നമ്മളോട് ന്യൂസ് പേപ്പർ ഹിന്ദു വീട്ടിലുള്ളവരെ കൊണ്ടുവരാൻ പറഞ്ഞിരുന്നു. എന്നിട്ട് അതിൽ എങ്ങനെയാണ് വായിക്കേണ്ടതെന്നും ന്യൂസ് പേപ്പറിൽ എങ്ങനെയാണ് ഹെഡ്ലൈൻസും ഒക്കെ ഡെപിക്ട് ചെയ്തേക്കുന്നതെല്ലാം സാറ് പറഞ്ഞു തന്നു. അതുപോലെ തന്നെ നമുക്ക് നോളേജ് ഇംപ്രൂവ് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ സിവിൽ സർവീസ് ഒക്കെ എയിം ആയിട്ടുള്ളവര് എങ്ങനെ 5 ബുക്ക് നമ്മൾ ഉണ്ടാക്കണം, അതിൽ ഏതൊക്കെയാണെന്നാണ് സാറ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ സിവിൽ സർവീസ് എയിം ആയിട്ടുള്ള അല്ലെങ്കിൽ ജനറൽ നോളജ് ഇംപ്രൂവ് ചെയ്യാനുള്ളവര് നമ്മൾ ഇംഗ്ലീഷ് ന്യൂസ് പേപ്പർ ഡെയിലി വായിക്കുക. എന്നിട്ട് നമ്മളുടെ കയ്യിൽ 5 ബുക്ക് ഉണ്ടായിരിക്കണം. ഫസ്റ്റ് വൺ ഈസ് വെക്കാബുലറി ബുക്ക്, അത് ഇമ്പോർട്ടന്റ് ആണ്. നെക്സ്റ്റ് വൺ ഈസ് ജനറൽ നോളേജ്. ജനറൽ നോളേജ് നമ്മൾ ന്യൂസ് പേപ്പറിൽ നിന്ന് കിട്ടുന്നത് പുതിയ ഇത് നമ്മൾ ആ ബുക്ക്, അതിനുവേണ്ടി ഒരു സെപ്പറേറ്റ് ബുക്ക്. പിന്നെ ജോഗ്രഫി ബുക്ക് എന്ന് പറയുമ്പോഴത്തേന് നമ്മൾ ഒരു സ്ഥലം വായിച്ചു, ഇസ്ലാമാബാദ് ഫോർ എക്സാമ്പിൾ ഇസ്ലാമാബാദ്, ആ സ്ഥലം വായിച്ചു കഴിയുമ്പോൾ നമ്മൾ അതിനെ ലാറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ ആ സ്ഥലത്തിനെ കുറിച്ചുള്ള അവിടുത്തെ ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള എന്തെങ്കിലും ഇമ്പോർട്ടൻസ്, അങ്ങനെ ജോഗ്രഫിക്കൽ ആയിട്ടുള്ള ഡീറ്റെയിൽസ് ആ സ്ഥലത്തിനെ കുറിച്ച് അങ്ങനെ എഴുതുന്നതിനാണ് ജോഗ്രഫിക്കൽ ബുക്ക്. പിന്നെ ഹിസ്റ്ററി ബുക്ക്, ഫോർ എക്സാമ്പിൾ C.V. രാമൻ, ഒരു ആളെ കുറിച്ച് അയാളെ കുറിച്ച് ഒരു മിനിമം 5 പോയിന്റെങ്കിലും നമുക്ക് പറയാൻ പറ്റണം. ആ രീതിയിൽ ജനിച്ച അല്ലെങ്കിൽ അയാളുടെ ഇമ്പോർട്ടൻസ് അങ്ങനെ എഴുതുന്നതാണ് ഹിസ്റ്ററി ബുക്ക്. പിന്നെ കറണ്ട് അഫയേഴ്സ്, അത് എപ്പോഴത്തെ കറണ്ട് അഫയേഴ്സ് സാർ പറഞ്ഞു നമ്മുടെ ലോക്കൽ ന്യൂസിൽ നമ്മൾ അധികം കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട കാര്യമില്ല.
ഇന്റർനാഷണൽ or നാഷണൽ ന്യൂസിനായിരിക്കും നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. ഒരു സിവിൽ സർവീസ് എയിം ആയിട്ടുള്ളവർക്ക് അങ്ങനെ കൊണ്ടു നടക്കാവുന്ന 5 ബുക്സിനെ കുറിച്ചാണ് സാറ് പറഞ്ഞത്. പിന്നെ ഇന്നലെ പറഞ്ഞ കാര്യമാണ് പാഷൻ ക്രിയേറ്റ്സ് ലവേഴ്സ്. ലവേഴ്സ് തമ്മിൽ പാഷൻ ആണ് ഉള്ളത്, ഫ്രണ്ട്സ് തമ്മിൽ ട്രസ്റ്റ് ആണ് ഉള്ളത്, അതുപോലെ തന്നെ പേരൻസും ചിൽഡ്രൻസും തമ്മിൽ കമ്മിറ്റ്മെന്റ് ആണ് ഉള്ളത്. അത് ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആണെങ്കിലും കമ്മിറ്റ്മെന്റ് ആണ് ഉള്ളത്. പിന്നെ പാഷൻ ഗിഫ്റ്റ് ഒരു ചേച്ചി വന്നിട്ടുണ്ടായിരുന്നു, ഇന്ന് കണ്ടില്ല, ട്രാവലിംഗ് പാഷൻ ആണെന്നൊക്കെ പറഞ്ഞ ഒരു ചേച്ചി. അപ്പൊ ആ ചേച്ചി ഇന്നലെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ടായിരുന്നു സാറിനോട്. ചേച്ചിക്ക് ട്രാവലിംഗ് ഭയങ്കര പാഷനാണ്, അപ്പൊ പ്രൊഫഷണൽ പാഷൻ ഒന്നാണ്, അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു. അപ്പൊ സാർ പറഞ്ഞ കാര്യമാണ്, നമുക്ക് പാഷൻ ഈസ് സംതിങ് വിച്ച് ഗീവ്സ് സാറ്റിസ്ഫാക്ഷൻ, ബട്ട് പ്രൊഫഷൻ ഈസ് സംതിങ് വിച്ച് ഗീവ്സ് ഏർണിംഗ്. സാറ് പറഞ്ഞതുകൊണ്ട് ഇത്രയും മാത്രമേ ഞങ്ങൾക്ക് ഇവിടെ സ്റ്റാർട്ടിൽ ഉൾക്കൊള്ളിക്കാൻ സാധിച്ചിട്ടുള്ളൂ. We are concluding. Thank you. Because we think ഞങ്ങൾക്ക് തോന്നി essential title is essential. പക്ഷേ actually as a student we must be knowledge seekers. We have a quest for knowledge. We should have a quest for knowledge. സാർ ഇന്നലെ പറഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു നോളജിന് ഒരു ക്വസ്റ്റ് ഉണ്ടാവണമെങ്കിൽ നമുക്ക് നമ്മുടെ കയ്യിൽ വേണ്ടതാണ് നോളജ് ആസ് എ സ്റ്റുഡന്റ് അല്ലേ. അപ്പോൾ ആ നോളജ് നമ്മുടെ കയ്യിൽ പക്ഷെ ഉണ്ടാവണമെങ്കിൽ എന്തൊക്കെ ചെയ്യണമെന്ന് അറ്റ്ലീസ്റ്റ് ഫ്രം എ ന്യൂസ് പേപ്പർ വാട്ട് വി ഷുഡ് ഡു സാർ അത് പറയുകയുണ്ടായി. through this 5 points, through this 5 books. അതുകൊണ്ടാണ് ആ ബുക്സ് ഞങ്ങൾ എഴുതിയത്. അതിന് സിവിൽ സർവീസ് ഒരു ടൈറ്റിൽ കൊടുക്കുന്നേ ഉള്ളൂ. ആക്ച്വലി ഇറ്റ് ഇസ് നോട്ട് ജസ്റ്റ് ഫോർ സിവിൽ സർവീസ് എയിമേഴ്സ് ബട്ട് ഓൾ ഫോർ ദി സ്റ്റുഡൻസ് ആസ് എ ക്വസ്റ്റ് ഫോർ നോളജ്. വി മസ്റ്റ് ബി പാഷനേറ്റ് ടു സ്റ്റഡി. സർ പറഞ്ഞു ഓൾവേസ് ബി ആൻ ആക്റ്റീവ് ലിസണർ. കാര്യം നിങ്ങൾ തന്നെ രാവിലെ എന്റെ ക്ലാസ്മേറ്റ് ആതിര ന്യൂസ് പേപ്പർ വായിച്ചപ്പോൾ സാർ ചോദിക്കുന്നു പറഞ്ഞുകൊണ്ട് നമ്മൾ ശ്രദ്ധിച്ചിരുന്നു എല്ലാവരും. പക്ഷേ ഒരുപക്ഷെ സാർ പറഞ്ഞില്ലായിരുന്നെങ്കിൽ അത്രത്തോളം എല്ലാവരും ശ്രദ്ധിക്കുമെന്ന് തോന്നുമായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഓൾവേസ് ബി ആൻ ആക്റ്റീവ് ലിസണർ. സാർ ഇന്നലെ ഞങ്ങളുടെ സെഷനൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ പറഞ്ഞിരുന്നു സ്മൃതി ഇറാനിയെ കുറിച്ച്. ഒരു ഗ്രൂപ്പിൽ പോയിരുന്നാൽ പോലും ഇന്നയാൾ തുടങ്ങിയെന്ന് പറഞ്ഞാൽ ഒരു 10 പേരുടെ ഗ്രൂപ്പിൽ പോയിരുന്നാൽ പോലും എല്ലാവരും പറഞ്ഞു കഴിഞ്ഞു അവരൊക്കെ എന്തൊക്കെ പോയിന്റ്സ് പറഞ്ഞു എന്നുള്ളത് സ്മൃതി ഇറാനി കറക്റ്റായിട്ട് പറയുമെന്ന് സാർ പറഞ്ഞു. അതുപോലെ എല്ലാവർക്കും പറയാൻ സാധിക്കും, പക്ഷെ നമ്മളത് ശ്രദ്ധിക്കണം. നമ്മൾ ഒരു ആക്റ്റീവ് ലിസണർ ആയിരിക്കണം. ആ പോയിന്റ് ആഡ് ചെയ്യാൻ താല്പര്യപ്പെടുന്നു. പിന്നെ ആസ് എ സ്റ്റുഡന്റ് നമുക്ക് ലൈഫ് എന്ന് പറഞ്ഞാൽ നമുക്ക് പരിചയപ്പെടാം. അനന്തു ഫസ്റ്റ് BC ഫിസിക്സ്, ശരൺ ഫസ്റ്റ് BC IC, കൃഷ്ണൻ ഫസ്റ്റ് BC മാത്തമാറ്റിക്സ്, Wani M first BC physics, Anjana Gopuma first BC physics, Kartika Pradeep first BC chemistry, Pradeep Anju first BC chemistry. എല്ലാവർക്കും നമസ്കാരം. ഈ ചാർട്ടിൽ നമ്മൾ എഴുതിയിരിക്കുന്നത് ഒരുപാട് കാര്യങ്ങൾ ഇതിൽ എഴുതിയിട്ടുണ്ട്. പക്ഷെ ഇതിന്റെ ഏറ്റവും മുകളിൽ എഴുതിയേക്കാനേക്കാൾ കൂടുതൽ ഞാൻ പ്രാധാന്യം കൽപ്പിക്കുന്നത് ഏറ്റവും അടിയിൽ ചെറിയ അക്ഷരത്തിൽ ചെറുതായിട്ട് മാത്രം രേഖപ്പെടുത്തിയിട്ടുള്ള ഈ ചെറിയൊരു ഗ്രാഫിനാണ്. കാരണം എന്തെന്ന് പറഞ്ഞാൽ നമ്മൾ എല്ലാവരും ജീവിക്കുന്നത് ഒരു വലിയൊരു സമൂഹത്തിലാണ്. നമുക്ക് എല്ലാവരും നമ്മൾ അംബീഷ്യസ് ആണ്. നമുക്ക് എല്ലാവർക്കും ഓരോ ലക്ഷ്യങ്ങളുണ്ട്. ആ ലക്ഷ്യത്തിലോട്ടാണ് നമ്മൾ എല്ലാവരും പൊക്കോണ്ടിരിക്കുന്നത്. ആ ലക്ഷ്യത്തിന് വേണ്ടി പ്രയത്നിക്കുന്നത്. എന്നാൽ ഒരുപാട് പേര് പല ആൾക്കാരും പല രീതിയിലുള്ള ആൾക്കാരാണ്. പല സ്വഭാവമുള്ള ആൾക്കാർ പല രീതിയിലാണ് അവർ ആ ലക്ഷ്യത്തിന് വേണ്ടി പ്രയത്നിക്കുന്നത്. എല്ലാം പല രീതിയിലാണ്, എല്ലാം ഡിഫറൻറ്റ് ആണ്. അതുപോലെ നമ്മൾ മനുഷ്യരാണ്. ഇത് ഒരു വേ, ഇത് മറ്റൊരു വേ. രണ്ട് വേയും സക്സസിലോട്ടുള്ളത് തന്നെയാണ്. രണ്ടും പോകുന്നത് ഒരേ എയിമിലോട്ടാണ്, ഒരേ പോയിന്റിലേക്കാണ്. പക്ഷെ അവിടെ നമ്മൾ നോക്കേണ്ടത് ആ പോകുന്ന വഴിയേ അല്ല, ആ പോകുന്ന ആൾക്കാരെയാണ്. രണ്ടും സെയിം ആണ്, രണ്ട് വഴിയും സെയിം ആണ്. ഇതുവഴി പോകുന്ന ആൾ ചെന്നെത്തുന്നത് അവർ പോകുന്ന വഴിക്ക് ഒരുപാട് ഒബ്സ്റ്റക്കിൾസ് ഉണ്ട്. അവർ ഒരുപാട് തടസ്സങ്ങളെ നേരിട്ടുകൊണ്ടാണ് അവരുടെ ലക്ഷ്യത്തിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ആ തടസ്സങ്ങളെ നേരിടാൻ നമ്മൾ തയ്യാറാണ്. അതിനെ എങ്ങനെ നമ്മൾ ഓവർകം ചെയ്യുന്നു എന്നതിനനുസരിച്ചിരിക്കും നമ്മുടെ സക്സസ് നിർണ്ണയിക്കപ്പെടുന്നത്. ഈ വഴി പോകുന്ന ആൾ ഇവിടെ കാണുന്ന ആ ബാരിയറിനെ തകർത്തുകൊണ്ട് മുന്നോട്ട് പോയി അയാൾ അവിടെ സക്സസ് നേടുകയാണ്. എന്നാൽ ഇവിടെ ഈ ബാരിയറിനെ അയാൾ തനിക്ക് തടസ്സം നേരിട്ടു എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ തടസ്സത്തിന് അങ്ങോട്ട് പോകാതെ അയാൾ അവിടുന്ന് ഡൈവേർട്ട് ചെയ്യുകയാണ്, വേറൊരു വഴി തെരഞ്ഞെടുക്കുകയാണ്. അയാൾ അദ്ദേഹത്തിന്റെ ആ ലക്ഷ്യത്തെ അപ്പം വിസ്മരിക്കുകയാണ്. ആ ലക്ഷ്യത്തിലോട്ട് പോകാൻ അയാൾക്ക് പറ്റുന്നില്ല. കാരണം അയാൾ അതിന് കേപ്പബിൾ അല്ല എന്ന് അയാൾക്ക് തോന്നിക്കാണും. അതുകൊണ്ടായിരിക്കണം. പക്ഷെ ഈ ലോകത്ത് ഇമ്പോസിബിൾ ആയിട്ട് ഒന്നുമില്ല. ആ വേർഡ് തന്നെ പറയുന്നത് ഐ ആം പോസിബിൾ. ഐ ആം പോസിബിൾ. ദ വേർഡ് ഇറ്റ്സെൽഫ് സേസ് ഐ ആം പോസിബിൾ. ഇത് പറയുമ്പോൾ ഞാനൊരു കഥ പറയാൻ ആഗ്രഹിക്കുകയാണ്. കാരണം പൗലോ കൊയ്ലോയുടെ ആൽക്കമിസ്റ്റ് എന്ന് പറയുന്ന ആ പുസ്തകത്തിനകത്ത് പറയുന്ന സാന്റിയാഗോ എന്ന് പറയുന്ന കുട്ടി, ആ ഒരു 16-17 വയസ്സുള്ള ആ ഒരു ബാലൻ
തന്റെ എയിമിന് വേണ്ടി മുന്നോട്ട് പോകുന്ന പ്രയാണം നമ്മളെ ഏവരെയും അത്ഭുതപ്പെടുത്തുന്ന അഭൂതപൂർവമായ ഒരു സ്മരണ നമ്മിൽ ഉണർത്തുന്ന ഒന്നാണ് ആ ഒരു കഥ എന്ന് പറയുന്നത്. അതിലോട്ട് മുന്നോട്ട് പോകുമ്പോൾ ഒരുപാട് തടസ്സങ്ങളാണ് ആ ഒരു മനുഷ്യൻ നേരിടേണ്ടി വരുന്നത്. എന്നാൽ ആ തടസ്സങ്ങളെല്ലാം അദ്ദേഹത്തിന്റെ കഴിവുകളാൽ ഓവർകം ചെയ്ത് അവസാനം അദ്ദേഹം തന്നെ മനസ്സിലാക്കുന്നു, ഞാൻ തന്നെയാണ് എന്റെ ട്രഷർ, എന്റെ നിധി ഇരിക്കുന്നത് എന്റെ ഹൃദയത്തിൽ തന്നെയാണ്. എന്റെ ഹൃദയം പറയുന്നതായിരിക്കണം എന്റെ നിധി. എന്റെ ഹൃദയം എന്ത് പറയുന്നു അതെനിക്ക് ചെയ്യാൻ പറ്റണം. അങ്ങനെയാണെങ്കിൽ ഞാൻ ഈ ലോകത്തിൽ ഏറ്റവും സന്തോഷം അനുഭവിക്കുന്ന ഒരു മനുഷ്യനായി തീരുമെന്ന് ആ പറയുന്ന ബാലൻ പറയാൻ സാധിക്കുമെങ്കിൽ നമ്മൾ ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തർക്കും അങ്ങനെ പറയാൻ സാധിക്കണം. നമ്മുടെ ഹൃദയമാണ് നമ്മുടെ നിധി എന്ന് നമുക്ക് പറയാൻ സാധിക്കണം. അങ്ങനെ വരുമ്പോൾ മാത്രമേ ഒരു വ്യക്തിയുടെ ജീവിതം ഏറ്റവും പീക്ക് ലെവലിൽ എത്തുമെന്നാണ് എന്റെ ഒരു കാഴ്ചപ്പാട്. ആ കാഴ്ചപ്പാട് നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യാം, അക്സെപ്റ്റ് ചെയ്യാതിരിക്കും. അത് ഓരോരുത്തരുടെ കഴിവ്, ഓരോരുത്തരുടെ മനോഭാവം പോലെ ഇരിക്കും. പിന്നെ നമ്മളിവിടെ നോക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഒരാൾ സാധാരണ ഇപ്പം നമ്മളെല്ലാവരും സ്വപ്നം കാണുന്നതാണ്. ഡോക്ടർ APJ അബ്ദുൽ കലാം തന്നെ പറഞ്ഞിട്ടുണ്ട്, സ്വപ്നം കാണുന്നു. ഈ ഇതില് ഇതാണ് പ്രസന്റ് ചെയ്യുന്നത്. ഞാൻ എന്ത് പറയുന്നു എന്ന് പറയുന്നത് വേറെ സ്റ്റൈൽ. നൗ യു ആർ റെപ്രസെന്റിംഗ് ദ ഗ്രൂപ്പ്. അപ്പൊ ഗ്രൂപ്പിന്റെ റെപ്രസെന്റേഷൻ ആണ് ഈ ചാർട്ട്. യുവർ ടാസ്ക് ഈസ് ടു പ്രസന്റ് ദ ചാർട്ട്. ഓക്കെ, ഞാൻ ഈ ഒരു ചെറിയൊരു പോർഷൻ മാത്രം എക്സ്പ്ലെയിൻ ചെയ്തത്. ഇതാണ് എന്റെ അഭിപ്രായം എന്നുള്ളത്. ചാർട്ട് പ്രസന്റ് ചെയ്യുമ്പോൾ ജനറലി ഇറ്റ് ഈസ് നോട്ട് ആക്സെപ്റ്റഡ് എന്ന് പറയും. പിന്നെ ഗ്രൂപ്പ് പ്രസന്റേഷൻ. അണ്ടർസ്റ്റുഡ്? ഐ ആം നോട്ട് ഒബ്ജക്റ്റിംഗ് വാട്ട് യു ആർ സേയിങ്. ഞങ്ങൾ പറഞ്ഞിരുന്നു എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നലെ തൊട്ട് സാർ ഇവിടെ വന്നിരിക്കുകയാണ്. വെറും രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഉച്ചവരെയുള്ള ആ ഇന്ററാക്റ്റീവ് സെക്ഷനിലായാലും ഇപ്പം ഇവര് ഷെറിൻ സംസാരിച്ചപ്പോഴായാലും ഒരുപാട് അവര് സാറിനെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പൊ ഞങ്ങളിങ്ങനെ പറഞ്ഞിട്ടാണ് ഒരുപാട് സാറിനെ കുറിച്ച് പറയാതെ സാർ എന്ത് പറഞ്ഞതിൽ നിന്ന് നമുക്ക് മനസ്സിലായി എന്ന് പറയാമെന്ന് പറഞ്ഞു. അത് അവന്റെ രീതിയിൽ അവൻ പ്രസന്റ് ചെയ്തതാണ്. ചാർട്ട് പ്രസന്റ് ചെയ്യുമ്പോൾ ജനറലി ദർ ഈസ് എ കൺസെൻസസ്. ഇപ്പൊ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ആക്സെപ്റ്റ് ചെയ്യാം, വേണ്ടെങ്കിൽ ആ ഒരു സെന്റൻസിലാണ് ഞാൻ ക്യാച്ച് ചെയ്തത്. ഓക്കെ, ഡോണ്ട് മേക്ക് സച്ച് സെന്റൻസ് വെൻ യു മേക്ക് എ ചാർട്ട് പ്രസന്റേഷൻ. അപ്പോളജി അല്ല വേണ്ടത്. ഐ ആം ജസ്റ്റ് കറക്റ്റിംഗ് ഇറ്റ്. Okay, the chart presentation എപ്പോഴും we are depicting what is possible. It's the audience to learn from that. അതുകൊണ്ട് ആ സ്റ്റേറ്റ്മെന്റ് പാടില്ലാതെ ഞാൻ ഈ ലൈഫിനെ കുറിച്ച് മാത്രമാണ് ഞാൻ ഇവിടെ പറയുന്നത്. നമ്മൾ ലൈഫിനെ എങ്ങനെ കാണണം എന്ന് നമ്മുടെ ഒരു അപ്രോച്ച്, ലൈഫിനോടുള്ള ജീവിതത്തോടുള്ള നമ്മുടെ ഒരു അപ്രോച്ച് മാത്രമാണ് ഞാൻ ഇവിടെ പറഞ്ഞത്. ഞാൻ ഇന്നത്തെ ക്ലാസ്സിൽ ആബ്സെന്റ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ക്ലാസ്സിനെ കുറിച്ച് കൂടുതലായിട്ട് പറയാൻ എനിക്ക് പറ്റത്തില്ല. അതുകൊണ്ട് എന്റെ സുഹൃത്തിനോട് ഞാൻ അതിനുവേണ്ടി ഈ ചാർട്ട് ഉണ്ടാക്കുന്നതിന് എന്തിനാ വെച്ചാല് മേ ബി ഫ്യൂ ഓഫ് യു വുഡ് ഹാവ് മിസ്ഡ് സംതിങ്, സംബഡി എൽസ് വുഡ് ഹാവ് ഗോട്ട് സംതിങ് എൽസ്. അപ്പൊ ചാർട്ട് ഉണ്ടാക്കുമ്പോൾ എന്താവും, എല്ലാവരുടെ കോൺട്രിബ്യൂഷനും ചാർട്ടിൽ വരും. അത് വ്യത്യസ്തമായ ഗ്രൂപ്പ് ആലോചിക്കുമ്പോൾ അവരൊക്കെ പ്രസന്റ് ചെയ്യുമ്പോൾ എല്ലാ സംഭവങ്ങളും ഇതിനകത്ത് വന്നിട്ടുണ്ടാവും. ദാറ്റ്സ് എ പർപ്പസ് ഫോർ മേക്കിംഗ് ചാർട്ട്. ഓക്കെ, അല്ല ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ എനിക്ക് പറയാൻ സാധിക്കും, എന്നാൽ എന്നെക്കാൾ കൂടുതൽ ആ ക്ലാസ് അറ്റൻഡ് ചെയ്ത ഒരാൾക്ക് കൂടുതൽ പറയാൻ സാധിക്കും എന്ന് പറയാൻ പറഞ്ഞു. Sir, and my fellow students and teachers, ഇന്നലെ സാറിന്റെ ക്ലാസ്സിൽ രാവിലെ തന്നെ ഞാൻ ഉണ്ടായിരുന്നു. അതിൽ ഏറ്റവും ക്യാച്ച് ആയിട്ട് എനിക്ക് തോന്നിയത് ഒബ്സർവേഷൻ എന്ന ഒരു ഫാക്ടാണ്. കാരണം നമ്മൾ ചുറ്റുമുള്ള ഒന്നിനെയും തന്നെ ശ്രദ്ധിക്കുന്നില്ല. ഇപ്പോൾ ഇങ്ങോട്ട് വരുമ്പോൾ തന്നെ ഒരു ആക്സിഡന്റ് ഉണ്ടായി. വണ്ടിയുടെ നമ്പർ അതിനെക്കുറിച്ച് ഒന്നും താല്പര്യം, വണ്ടിയെ കുറിച്ച് താല്പര്യം ഇല്ലാത്തതുകൊണ്ടായിരിക്കും അവർ നോക്കാത്തത്. പിന്നീട് ഒരു അന്വേഷണം വരുമ്പോൾ ചിലപ്പോ അതൊരു ക്രിമിനൽ ഒഫൻസോ വല്ല ആയിരിക്കും. അതിനെക്കുറിച്ച് ഒന്നും പറയാനും ഒന്നും സാധിക്കില്ല. അതുപോലെ തന്നെയാണ് ഇന്നലെ ഇവിടെ നടന്നത്. ഒരു ക്ലാസ്സിൽ കയറിയപ്പോൾ നമ്മൾ ഒബ്സർവ് ചെയ്ത് നമ്മളുടെ ചിന്തിക്കുന്ന രീതിയാണ് ഇന്നലെ സാർ ചോദിച്ചത്. ഈ ക്ലാസ്സിൽ എന്തൊക്കെയുണ്ട് അതിൽ മെയിൻ ആയിട്ട് പറയേണ്ട സ്പേസ്, അത് സാർ എടുത്ത് പറയുകയും ചെയ്തു. കാരണം നമ്മൾ തീർത്തും നമ്മൾ ലാക്ക് ഒബ്സർവേഷൻ ആണ് നമ്മളെ പല തെറ്റിലേക്ക് നയിക്കാറ്. അത് സാർ ഇന്നലെ പലപ്പോഴാണ് ഈ തെറ്റി പറഞ്ഞു പോകട്ടായിരുന്നു. ഞാൻ എന്തെല്ലാം കണ്ടുപിടിച്ചോ ഉള്ളത് ചെയ്ത് കഴിയുമ്പോഴാണ് എനിക്ക് മനസ്സിലായത്. പിന്നീട് സാർ പറഞ്ഞത് ഒരു കണ്ടന്റിനെ ഡിസ്ക്രൈബ് ചെയ്യാൻ പറയുമ്പോൾ ഉള്ള കാര്യങ്ങളായിരുന്നു. അതായത് ഫോർ എക്സാമ്പിൾ കമ്പ്യൂട്ടർ. ഞാൻ പറയുന്നത് വാട്ട് ആർ യു ഡൂയിങ് പോയിന്റ് വെച്ചിട്ട് പറയാം, പക്ഷെ പവർ പോയിന്റിൽ എഴുതാത്ത കുറേ കാര്യങ്ങൾ പറഞ്ഞാലോ. Why are you using the PowerPoint? Don't use it. Okay. Just specific ഇതിനകത്തുള്ള പോയിന്റ്സ് പറയാം. നമ്മുടെ ജീവിതത്തിൽ അടുത്ത ആർക്കും ഇല്ലാണ്ടാവും. നമ്മുടെ ജീവിതത്തിൽ ആർക്കും ഡ്രീം വേണം. സോ
ഇവിടെ ഒരു സ്റ്റേറ്റ്മെന്റ് കൊടുത്തിട്ടുണ്ട്. ആ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് തന്നെയാണ് ഡ്രീം വിതൗട്ട് ഡ്രെഡ്. നമുക്ക് ഒരു ഡ്രീം ഉണ്ടെങ്കിൽ അതിന് ഭയം ഉണ്ടെങ്കിൽ ആ ഡ്രീം നമുക്ക് അച്ചീവ് ചെയ്യാനായിട്ട് പറ്റില്ല. ഒരു ഡ്രീം ഉണ്ടെങ്കിൽ അത് അച്ചീവ് ചെയ്യാൻ പറ്റും എന്ന് നമുക്ക് അത് ഡൗട്ട് ഉണ്ടാകാൻ പാടില്ല. ഞങ്ങളിവിടെ ഓരോ ഗോൾ കാണിച്ചു വെച്ചിരിക്കുന്നത് നമുക്ക് ഒരു ഗോൾ നമ്മുടെ ലൈഫിൽ ഒരു ഗോൾ അച്ചീവ് ചെയ്യാൻ വേണം എന്നാണ്. A stupid person will come hurt for what he wants, but an intelligent person would always be satisfied with what he gets. ഒരു stupid person എപ്പോഴും തനിക്ക് കിട്ടിയ satisfied correction, it is not satisfaction, it is happiness. Never get satisfied in whatever you get. Satisfaction stops your development and improvement. Understand the difference. Subtle difference between satisfaction and happiness. Okay, next point. explain ചെയ്തിരുന്നു ഒരു Fine, that's done. then എല്ലാ സബ്ജക്ട്സുകളും അതായത് ഏത് ബ്രാഞ്ചസ് ആണെങ്കിലും അത് തമ്മിൽ ഇന്റർ കണക്റ്റഡ് ആണ്. ഓൾ ദി സബ്ജക്ട്സ് കണക്റ്റഡ്. ഒരു സബ്ജക്റ്റിനെ പറ്റി നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യുമ്പോൾ അതിനെ ഡൈവേർജന്റ് തിങ്കിങ് വേണം. Communication rules. First one, data collection വേണം. And അതിനെ കുറിച്ച് കൂടുതൽ അറിയാൻ വേണ്ടി ഡേറ്റ കളക്ഷൻ, then formatting, then text, and ലൈഫിനെ കുറിച്ചുള്ള ഒരു ഡെഫിനിഷൻ. live in full enjoyment, learn in full enjoyment, and live in full enjoyment, and learning is an impersonal full economic. പുതിയ പോയിന്റ്. ശരി. റൈറ്റ്. ഓ ഗുഡ് ഗുഡ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതിനേക്കാൾ മനസ്സിലായിട്ട് വായിക്കാൻ പറ്റുമോ? ഗുഡ്. ലേൺ ടു ലീവ്. നമ്മുടെ ടോപ്പിക്ക് തന്നെ ലേൺ ടു ലീവ് എന്നാണ്. അതായത് നമ്മൾ എന്തെങ്കിലും ലേൺ ചെയ്ത് നമ്മുടെ ലേണിങ്ങിലൂടെയാണ് ലൈഫ് സക്സസ് ആവുന്നത്. ദെൻ ഡ്രീംസ്. ബാലൻസ് യുവർ പാഷൻ ആൻഡ് പ്രൊഫഷൻ. അതായത് നമുക്ക് പ്രൊഫഷനും പാഷനും ഒരുമിച്ച് കൊണ്ടുപോയാലേ ഉള്ളൂ അത് അച്ചീവ് ചെയ്യാൻ പറ്റുള്ളൂ. എങ്കിലേ നമുക്ക് സാറ്റിസ്ഫാക്ഷൻ കിട്ടുകയുള്ളൂ. ടീം വർക്ക്, ഹാപ്പിനെസ്, ടീം വർക്ക്. സാറ് പറഞ്ഞാൽ എന്തെങ്കിലും ഒറ്റയ്ക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കൂടുതലായിട്ടൊന്നും അച്ചീവ് ചെയ്യാൻ പറ്റില്ല. അതേസമയം നമ്മളൊരു ഗ്രൂപ്പായിട്ട് എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ നമുക്ക് കൂടുതലായിട്ട് അച്ചീവ് ചെയ്യാൻ പറ്റും. നമ്മളിന്ന് അത് കണ്ടതുമാണ് ഇവിടെ. Then education gives us dignity. Religion is a way of life. Show your presence, then only your absence will be noted. നമ്മളെപ്പോഴും എപ്പോഴെങ്കിലും നമ്മുടെ പ്രസൻസ് ആബ്സെൻസ് ആരെങ്കിലും മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ പ്രസൻസ് അവരറിയും. അവരുടെ പ്രസൻസ് ഇല്ലാത്തപ്പോഴാണ് ടീച്ചേഴ്സ് ശ്രദ്ധിക്കില്ല. ആബ്സെന്റ് ആയ അപ്പം പിടിക്കും. അവരുടെ പ്രസൻസ് life. Live in full enjoyment, learn in full enjoyment, live in full enjoyment. An intelligent person enjoys what he gets. പുതിയ പോയിന്റ്സ് ആണ്. ഇത് ശ്രദ്ധിച്ചാലേ ഇത് പറയാണ്ട് സ്കിപ്പ് ചെയ്യും. You have to listen, right? Yeah. Added points. Don't repeat any of the points. ഇന്ത്യയുടെ ഒരു മാപ്പാണ് ഞങ്ങളോട് വരച്ചിരിക്കുന്നത്. അത് പറയേണ്ട കാര്യം ഇതില് ഞങ്ങൾ ഇതിലൂടെ ഉദ്ദേശിച്ചത് നമ്മൾ പറഞ്ഞ പോലെ ഇന്ത്യ എന്ന് പറയുന്ന ഒരു രാജ്യം ഇങ്ങനെ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നത് നമുക്ക് പറഞ്ഞ പോലെ യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി. ഞങ്ങൾ അതാണ് ഇവിടെ എസ്പിരിറ്റ് ഡീകോസ് എന്ന ഈ ടൈറ്റിലും ഉദ്ദേശിച്ചിരിക്കുന്നത്. ഇവിടെ അത് ഡെപ്യൂട്ട് ചെയ്യാനായിട്ടാണ് ഞങ്ങൾ ഇതെല്ലാം ഇവിടെ പിക്ചേഴ്സ് കാണിച്ചിരിക്കുന്നത്. ഈ 3 സ്റ്റേജസ് ഒരാളുടെ ജീവിതത്തിൽ കാണിച്ചിരിക്കുകയാണ്. നമ്മളൊരു ചൈൽഡ് ആയിരിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ആയിരിക്കുമ്പോഴത്തേക്ക് നമ്മളൊരു ഗോൾ സെറ്റ് ചെയ്യുകയാണ്. നമ്മൾ വളർന്നു വരുമ്പോഴത്തേക്ക് നമ്മൾ അതിനു വേണ്ടി വർക്ക് ചെയ്യുന്നു. അത് കഴിയുമ്പോൾ നമുക്കത് അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യുന്നത്? നമ്മുടെ രാജ്യത്തിന് വേണ്ടി നമ്മൾ കോൺട്രിബ്യൂട്ട് ചെയ്യണം. നമ്മളൊരു
ജീവിതത്തിൽ സക്സസ്ഫുൾ ആവണമെങ്കിൽ നമ്മൾ നമ്മളുടെ നേഷന് വേണ്ടി കൂടി കോൺട്രിബ്യൂട്ട് ചെയ്യണം. Individual should become a citizen. A country will become a nation. Understood the difference? An individual becomes a citizen. The country becomes a nation. അതാണ് ഞങ്ങൾ ഈ 3 സ്റ്റേജസ് കാണിച്ചു കൊണ്ട് ഉദ്ദേശിച്ചത്. സാറിന്റെ ക്ലാസ്സിൽ ഞങ്ങൾ ലേൺ ടു ലീവ് എന്ന ടൈറ്റിലിനെ ഏറ്റവും ആപ്റ്റ് ആക്കിയിട്ടുള്ളൊരു ആപ്റ്റായ ഒരു ക്ലാസ് ആണ് സാർ ഞങ്ങൾക്ക് തന്നത്. അതാണ് ഞങ്ങൾ ലേൺ ടു ലീവ് വാക്ക് വിത്ത് സ്കോളർ ഡോക്ടർ TP ശശികുമാർ എന്ന ടൈറ്റിൽ തന്നെ ഇവിടെ കൊടുക്കാനുള്ള കാരണം. സോ താങ്ക് യു. എന്റെ പേര് അർജുൻ VM. ഞാൻ ഫിസിക്സ് ഫസ്റ്റ് ഇയർ. ആതിര സുരേഷ് ഫസ്റ്റ് ഫിസിക്സ്. അജിത് മോഹൻ ഫസ്റ്റ് ഫിസിക്സ്. ആദ്യമായിട്ട് ഞാൻ നമ്മുടെ ഈ പ്രോഗ്രാമിന് WWS എന്നാണ്. ഞങ്ങൾ അതിന് ചെറിയൊരു മോഡിഫിക്കേഷൻ പറ്റിയാണ് എഴുതിയിരിക്കുന്നത്. വണ്ടർഫുൾ വേൾഡ് ഓഫ് സ്കോളേഴ്സ് എന്ന് പറയാൻ നമുക്ക് ഈ കഴിഞ്ഞ 2 ദിവസവും നമുക്കൊരു വണ്ടർഫുൾ വേൾഡ് തന്നെയായിരുന്നു. And we have some other points. നമ്മളിവിടെ സൂര്യനാണ് ഞങ്ങൾ ചിത്രീകരിച്ചിരിക്കുന്നത്. സൂര്യൻ എന്ന് പറഞ്ഞാൽ ഇത് ജസ്റ്റ് അവർ ഇമാജിനേഷൻ. ഓക്കെ, വിർച്വൽ ഞങ്ങൾ ഉദ്ദേശിച്ച ഡെഫിനേഷൻ ഞങ്ങൾ ഉദ്ദേശിച്ചാണ് ബി ഫോർ വിർച്വൽ. നമ്മൾ ആരുമല്ല, നമ്മൾ എന്താണ് നമുക്കറിയില്ല. ഓക്കെ, ഐ തിങ്ക് ഇറ്റ്സ് ബെറ്റർ ടു ആദ്യം പറയാനായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ. കാരണം ഈ ഐഡിയ വന്നത് അതിൽ നിന്നാണ്. കൂടുതലും നമ്മളിലുള്ള കഴിവുകളെ അതുകൊണ്ടാണ് വിർച്വൽ വന്നത്. പക്ഷെ നമ്മൾ ഇന്റലിജന്റ് ആയിരിക്കും, ബ്രില്യന്റ് ആയിരിക്കും, ഗുഡ്, യൂസ്ഫുൾ, ഒപ്റ്റിമിസ്റ്റിക്, റീസണബിൾ. പക്ഷെ നമ്മൾ ഇതൊന്നും തിരിച്ചറിയുന്നില്ല. നമ്മളെപ്പോഴും ഉൾവലിഞ്ഞ് നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റില്ല, നമ്മളെ ചെയ്താൽ ശരിയാവോ. ഇപ്പോഴും എനിക്കാണെങ്കിലും ഒരു ടെൻഷനാണ്, സ്റ്റേജിൽ നിന്നാൽ മറന്നു പോവോ, മുഴുവനും ചെയ്യാൻ പറ്റുമോ. ചിലപ്പോൾ ചെയ്തില്ല. അപ്പൊ ഇങ്ങനെ നിന്നാൽ എങ്കിലെങ്കിലും കുറച്ച് സമയം സ്റ്റേജിൽ നിൽക്കും. അണ്ടർസ്റ്റുഡ്? അതിൽ കുറച്ച് പേരെങ്കിലും സംസാരിക്കും. That's why this presentation is also made. Yeah. That's what we mean by Vigio. And Vigio എന്ന് വെച്ചാൽ 7 കളേഴ്സ് ആണ്. ഞങ്ങൾ എല്ലാവരും അതുപോലെ 7 members, 7 colors. In the beginning, we were not scholars, but now, at the end of this program, I believe that we all become scholars. നമ്മൾ എല്ലാവരും ഇതിലൂടെ ഇന്റലിജന്റ്, ബ്രില്യന്റ് ഇവയെല്ലാം ആകാൻ ഈ പ്രോഗ്രാമിലൂടെ നമുക്ക് സാധിച്ചു. പിന്നെ ഞാൻ ചോദിച്ചൊരു ക്വസ്റ്റിന് മറുപടിയായി കാണുന്ന ഉത്തരമാണിത്. സക്സസ് is equal to the balancing between role and God. എന്റെ ഗോളും എന്റെ റോളും, അതായത് ഒരു മകൻ അല്ലെങ്കിൽ ഒരു മകൾ അല്ലെങ്കിൽ ഞാൻ ആരാണ് എന്നുള്ളൊരു ഗോൾ അല്ല ഒരു റോൾ, അതും നമ്മുടെ വ്യക്തി ജീവിതത്തിൽ ആരാകുന്നു, മൈ പ്രൊഫഷൻ ഹു ആം ഐ, ഈ 2 കാര്യങ്ങളും ബാലൻസ് ചെയ്യുമ്പോഴാണ് നാം നമ്മുടെ വ്യക്തി ജീവിതത്തിലും അതുപോലെ തന്നെ നമ്മുടെ റോളിലും ഗോളിലും നമ്മൾ വിജയിച്ചു എന്ന് പറയാൻ സാധിക്കുന്നത്. എനിക്ക് ഞാൻ ആഗ്രഹിച്ച രീതിയിൽ സക്സസിന് ഒരു ഡെഫിനേഷൻ അതിലൂടെ കിട്ടി. യഥാ പിണ്ടേ തഥാ ബ്രഹ്മാണ്ഡം. ഫിസിക്സിൽ തുടങ്ങി ഫിസിക്സ് അവസാനിക്കുന്നു. ഇത് സാറിന്റെ ഓറിയന്റേഷൻ ക്യാമ്പിൽ ഞങ്ങൾ കേട്ടതാണ്. ഇതിലൂടെ എല്ലാ സബ്ജക്റ്റുകളും തമ്മിലുള്ള റിലേഷൻ ഇതിൽ നിന്ന് തന്നെ വ്യക്തമാണ്. ഫിസിക്സിൽ തുടങ്ങി ഫിസിക്സിൽ തന്നെ അവസാനിക്കുന്ന ഒരു ഇന്നർ ഫാക്ടർ അല്ല, എല്ലാ സബ്ജക്റ്റും ഇന്റർ കണക്ട് ആണ്. ലിറ്ററേച്ചർ എടുത്തപ്പോൾ എനിക്ക് തോന്നിയിരുന്നു, ലിറ്ററേച്ചർ എടുത്തത് വേണ്ടി ഞാനൊരു ജിയോളജി ഓപ്ഷൻ വെച്ച് വന്ന ഒരാളാണ്. ലിറ്ററേച്ചറിലേക്ക് വന്നപ്പോൾ ലിറ്ററേച്ചർ, മാത്തമാറ്റിക്സ്, ഓൾ സബ്ജക്ട്സ് ആർ റിലേറ്റഡ്. അതെനിക്ക് മനസ്സിലായത് ഇതിലൂടെയാണ്. അതിലൂടെ ചിത്രീകരിച്ചിരിക്കുന്നു. പിന്നെ yes, 2 minutes. Okay, sir. Then we are your disciples. ചിന്തകളാണ് നമ്മെ നയിക്കുന്നത്. നല്ല ചിന്തകൾ ഉണ്ടാകട്ടെ. നല്ല ചിന്തകളിലൂടെ നല്ല പ്രവൃത്തികൾ ഉണ്ടാവും. നല്ല ചിന്തകൾ നമ്മളിലേക്ക് പകർന്നു തന്ന സാറിന് ഞങ്ങളുടെ പ്രണാമം. നന്ദി. ഞാൻ സെക്കൻഡ് ഇംഗ്ലീഷിൽ പഠിക്കുന്നു. ഐശ്വര്യ മധു, സെക്കൻഡ് ഇംഗ്ലീഷ്.
എൻ്റെ പേര് ജാസ്മിൻ, സെക്കൻഡ് ഇയർ ഇംഗ്ലീഷ്. എൻ്റെ പേര് അർച്ചന ദിനേശൻ, ഫസ്റ്റ് DC പൊളിറ്റിക്സ്. തേർഡ് DC. ഫസ്റ്റ് DC. എൻ്റെ പേര് അഖിൽ, ഫസ്റ്റ് DC പൊളിറ്റിക്സ്. ഇപ്പൊ ഞങ്ങള് ഈ ചാർട്ടിൽ കാണിച്ചിരിക്കുന്ന പല പോയിന്റ്സും ഇവിടെ വന്ന് പ്രസന്റ് ചെയ്തിരിക്കുന്ന എല്ലാ ഗ്രൂപ്പുകാരും ഓൾമോസ്റ്റ് പറഞ്ഞ പോയിന്റ്സ് ആണ്. എങ്കിലും ഞങ്ങൾ എത്തിയിരിക്കുന്ന 2-3 പോയിന്റ്സ് ആരും ഇതിൽ പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് അത് പറയാം. ഇവിടെ ഡിപെൻഡൻസി ഇസ് ദ കമ്മിറ്റ്മെന്റ് ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഈ ചാർട്ടിലുള്ള കുറെ പോയിന്റ്സ് പലരും പറഞ്ഞതാണെന്നല്ല പറയാം. അവര് നേരത്തെ പ്രസന്റ് ചെയ്തുകൊണ്ട് അവർക്ക് പറയാൻ പറ്റും. പക്ഷെ ഞങ്ങൾക്ക് കുറെ പോയിന്റ്സ് പറയാനുണ്ട്, അല്ലെങ്കിൽ 3 പോയിന്റ്സ് പറയാൻ. That becomes a positive statement. Understood? അതുകൊണ്ട് എപ്പോഴും നമ്മൾ ഒരു പോയിന്റ് പറയുമ്പോഴും എന്തിൽ തുടങ്ങരുത്, നെഗറ്റീവിൽ തുടങ്ങരുത്. ഡിപെൻഡൻസി ഇസ് ദ കമ്മിറ്റ്മെന്റ്. ഇത് സാർ പറഞ്ഞായിരുന്നു. കമ്മിറ്റ്മെന്റ് എന്ന് പറയുന്നത് നമുക്ക് എല്ലാ മനുഷ്യർക്കും വേണ്ട ഒരു സാധനമാണ്. നമ്മൾ ഒരാളെ ആശ്രയിച്ചാണ് ജീവിക്കുന്നത്. ആ ഡിപെൻഡൻസി ആണ് നമ്മുടെ കമ്മിറ്റ്മെന്റ് എന്ന് പറയുന്നത്. ആ റോള് നമ്മൾ കൃത്യമായിട്ട് നമ്മളത് ഫുൾഫിൽ ചെയ്യുക. ഇവിടെ 3 ലൈഫിന്റെ സാർ പറഞ്ഞ 3 ഇത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ ഇവിടെ ബെറ്റർ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അത് ഇന്ന് പറഞ്ഞതാണ് സാറ്. നമ്മള് ഒരു എന്തെങ്കിലും ഒരു ടോപ്പിക്ക് കിട്ടിയാൽ നമ്മൾ എങ്ങനെ അത് മറ്റുള്ളവരുടെ മുമ്പിൽ പ്രസന്റ് ചെയ്യാം, അതിനുള്ള എളുപ്പ വഴികൾ, അതാണ് ഇവിടെ ഞങ്ങൾ ഡൈവേർജന്റ് ഓഫ് ക്രിട്ടിക്കൽ തിങ്കിങ്, ഡേറ്റ കളക്ഷൻ, ഫോർമാറ്റ് ഡേറ്റ, ലാംഗ്വേജ്. പിന്നെ ഇത് ന്യൂസ് പേപ്പർ വായിക്കുന്ന എങ്ങനെയാണെന്നുള്ളതാണ്. ലേണിംഗ് ഇംഗ്ലീഷ് സ്റ്റാർട്ട് ഫ്രം ഹിയർ, ബെറ്റർ ഇംഗ്ലീഷ് ക്യാൻ ബി മോൾഡഡ് ഫ്രം ന്യൂസ് പേപ്പർ. ഇത് ന്യൂസ് പേപ്പറിൽ ഏതൊക്കെ നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുത്ത് വായിക്കണം എന്നുള്ളതാണ് കുഞ്ഞു ടോപ്പിക്കിൽ ഞങ്ങൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ബാക്കി ഓൾമോസ്റ്റ്. പിന്നെ ഡ്രീം ആക്ഷൻ പ്ലാൻ, അത് എന്താന്ന് വെച്ചാല് നമ്മൾക്ക് നമ്മുടെ ജീവിതത്തിൽ ഒരു ഡ്രീം ഉണ്ട്. ആ ഡ്രീം നമ്മൾ സാക്ഷാത്കരിക്കണമെങ്കിൽ നമ്മൾ അതിന് ആക്ഷൻ ചെയ്യണം. ഈ ആക്ഷൻ വേണമെങ്കിൽ അതിന് തുടക്കം മുതലേ നമ്മൾ പ്ലാൻ ചെയ്യണം. അതാണ് ഞങ്ങൾ ഇതിൽ കൂടി ഉദ്ദേശിക്കുന്നത്. അതൊക്കെ ഞങ്ങൾ ഇത് ഇങ്ങനെയാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. Fine? Good. As you grow higher and higher in your life, you become more and more dependent. അത് അച്ചീവ് ചെയ്യാൻ പറ്റുള്ളൂ, എങ്കിലേ നമുക്ക് സാറ്റിസ്ഫാക്ഷൻ കിട്ടുകയുള്ളൂ. ടീം വർക്ക്, ഹാപ്പിനെസ്, ടീം വർക്ക്. സാർ പറഞ്ഞാൽ എന്തെങ്കിലും ഒറ്റയ്ക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കൂടുതലായിട്ടൊന്നും അച്ചീവ് ചെയ്യാൻ പറ്റില്ല. അതേസമയം നമ്മളൊരു ഗ്രൂപ്പായിട്ട് എന്തെങ്കിലും ചെയ്യുവാണെങ്കിൽ നമുക്ക് കൂടുതലായിട്ട് അച്ചീവ് ചെയ്യാൻ പറ്റും. നമ്മളിന്ന് അത് കണ്ടതുമാണ് ഇവിടെ. Education gives us dignity. Religion is a way of life. Show your presence, then only your absence will be noted. നമ്മളെപ്പോഴും എപ്പോഴെങ്കിലും നമ്മുടെ പ്രസൻസ് ആബ്സെൻസ് ആരെങ്കിലും മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ പ്രസൻസ് അവരറിയും. അവരുടെ പ്രസൻസ് ഇല്ലാത്തപ്പോഴാണ് ടീച്ചേഴ്സ് ശ്രദ്ധിക്കില്ല, ആബ്സെന്റ് ആയ അപ്പം പിടിക്കും. പ്രസൻസ് life. Live in full enjoyment, learn in full enjoyment, live in full enjoyment. An intelligent person enjoys what he gets. പുതിയ പോയിന്റ്സ് ആണ്. ഇത് ശ്രദ്ധിച്ചാലേ ഇത് പറയാണ്ട് സ്കിപ്പ് ചെയ്യും. You have to listen, right? Yeah. Added points. Don't repeat any of the points. ഇന്ത്യയുടെ ഒരു മാപ്പാണ് ഞങ്ങളോട് വരച്ചിരിക്കുന്നത്. അത് പറയേണ്ട കാര്യം ഞങ്ങൾ ഇതിലൂടെ ഉദ്ദേശിച്ചത് നമ്മൾ പറഞ്ഞ പോലെ ഇന്ത്യ എന്ന് പറയുന്ന ഒരു രാജ്യം ഇങ്ങനെ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നത് നമുക്ക് പറഞ്ഞ പോലെ യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി. ഞങ്ങൾ അതാണ് ഇവിടെ എസ്പിരിറ്റ് ഡീകോസ് എന്ന ഈ ടൈറ്റിലും ഉദ്ദേശിച്ചിരിക്കുന്നത്. ഇവിടെ അത് ഡെപ്യൂട്ട് ചെയ്യാനായിട്ടാണ് ഞങ്ങൾ എല്ലാം ഇവിടെ പിക്ചേഴ്സ് കാണിച്ചിരിക്കുന്നത്. ഈ 3 സ്റ്റേജസ് ഒരാളുടെ ജീവിതത്തിലെ കാണിച്ചിരിക്കുകയാണ്. നമ്മളൊരു ചൈൽഡ് ആയിരിക്കും, അല്ലെങ്കിൽ നമ്മൾ ആയിരിക്കുമ്പോഴത്തേക്ക് നമ്മളൊരു ഗോൾ സെറ്റ് ചെയ്യുകയാണ്. നമ്മൾ വളർന്നു വരുമ്പോഴത്തേക്ക് നമ്മൾ അതിനു വേണ്ടി വർക്ക് ചെയ്യുന്നു. അത് കഴിയുമ്പോൾ നമുക്ക് അത് അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യുന്നത്, നമ്മുടെ രാജ്യത്തിന് വേണ്ടി നമ്മൾ കോൺട്രിബ്യൂട്ട് ചെയ്യണം. നമ്മളൊരു
ജീവിതത്തിൽ സക്സസ്ഫുൾ ആവണമെങ്കിൽ നമ്മൾ നമ്മളുടെ നേഷന് വേണ്ടി കൂടി കോൺട്രിബ്യൂട്ട് ചെയ്യണം. Individual should become a citizen. A country will become a nation. Understood the difference? An individual becomes a citizen. The country becomes a nation. അതാണ് ഞങ്ങള് ഈ 3 സ്റ്റേജസ് കാണിച്ചുകൊണ്ട് ഉദ്ദേശിച്ചത്. സാറിന്റെ ക്ലാസ്സിൽ ഞങ്ങൾ ലേൺ ടു ലീവ് എന്ന ടൈറ്റിലിനെ ഏറ്റവും ആപ്റ്റ് ആക്കിയിട്ടുള്ളൊരു ആപ്റ്റായ ഒരു ക്ലാസ് ആണ് സാർ ഞങ്ങൾക്ക് തന്നത്. അതാണ് ഞങ്ങൾ ലേൺ ടു ലീവ് വാക്ക് വിത്ത് സ്കോളർ ഡോക്ടർ ടി പി ശശികുമാർ എന്ന ടൈറ്റിൽ തന്നെ ഇവിടെ കൊടുക്കാനുള്ള കാരണം. സോ താങ്ക് യു.